നല്ല ട്രിവാൻഡ്രം വ്യൂസ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പോത്തീസ് ജയലക്ഷ്മി സൈഡിലൊക്കെ ഉള്ള നല്ല ട്രിവാൻഡ്രം വ്യൂ. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പൊ ഫുട്പാത്തിൽ നല്ല അടിപൊളി കമ്മലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കമ്മൽ സെറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഈ ജിമുക്ക അടിപൊളി. ആൻഡ് ജിമുക്കായ്ക്ക് എത്രയാണ് റേറ്റ് വരുന്നതെന്ന് അറിയാൻ വയ്യ. ബട്ട് ഈ ജിമുക്ക സൂപ്പർ ആയിട്ടുണ്ട്. താമര മോഡൽ ജിമുക്കയുണ്ട്, അതും 40 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഇത് വേണോ? 40 രൂപ. അതിന്റെ ഗോൾഡൻ കളറും ഉണ്ട്, മറ്റേ ഓക്സിഡൈസ്ഡും ഉണ്ട്, പല കളേഴ്സിലായിട്ട്. കൊള്ളാം. ഇനി അല്ലാത്ത ജിമിക്ക സെറ്റ്സ് ഉണ്ട് ഇവിടെ. 40 രൂപയെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. നല്ല ജിമിക്കയുടെ സെറ്റുകൾ കൊള്ളാം. പിന്നെ ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഐറ്റവും ഉണ്ട്. ഇവിടെ ഫുട്പാത്തിൽ നല്ല ലാഭമാണ് കേട്ടോ. എപ്പോഴും ഞാൻ ഇവിടുന്ന് ഫുട്പാത്തിൽ നിന്നാണ് കൂടുതലായിട്ടും വാങ്ങിക്കുന്നത്. നല്ല ലാഭമാണ്. പരാഗിന്റെ സൈഡിൽ കൂടെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ നടന്നു പോണത്. പിന്നെ നല്ല രസമാണ് ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട്. ഫുട്പാത്തിൽ ഓരോ വ്യൂസും ഒക്കെ കണ്ട് നടക്കുന്നത് നല്ല രസമുള്ള കാര്യമാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ ടൈം പോകാനായിട്ട് നല്ല അടിപൊളി ഇടമാണ്. 225 രൂപ അടിപൊളി കമ്മല്. 150 രൂപയുള്ള, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഒരു ആനക്കുട്ടനൊക്കെ നടക്കിരിക്കുന്നത് കൊള്ളാം. ലോട്ടസിന്റെ ജിമുക്ക വേറൊരു മോഡലുണ്ട്. ആൻഡ് 120 രൂപ വരും അതിൻ്റെ റേറ്റ് വന്നിട്ട്. പക്ഷെ അത് കൊള്ളാം. ഒരു പച്ച കളർ മാത്രമേ കണ്ടുള്ളൂ. കുറച്ചും കൂടി വലിയ ജിമുക്ക ഐറ്റംസ് ഉണ്ട്. ഇത് കൊള്ളാം. 200 രൂപയേ ഉള്ളൂ. അധികം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കമ്മൽ. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. അയ്യോ, കറക്കി കൊണ്ടുപോകുന്നു. ഓക്കെ, രസമുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടി എന്തൊക്കെയോ ചെയ്യുന്നു. അയ്യോ, ഇത് കൊള്ളാലോ സംഭവം. ഹായ്, അടിപൊളിയുമാത്. ഹായ്, സൂപ്പർ. മേടിച്ചാലോ? കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. എന്നെ പറ്റിച്ചതാട്ടോ. ഞാൻ വിചാരിച്ചു കാതിക്കൂടി ഇടുന്നതാണത്, പക്ഷെ അത് ഇങ്ങനത്തെ മോഡലായിരുന്നേ. പക്ഷെ കൊള്ളാം, ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, ഒരു വെറൈറ്റി മോഡല്. അടിപൊളി. ഇവിടെ നല്ല കമ്മൽ ഐറ്റംസ്. ഞാൻ ഇവിടെ നിന്നാണ് എപ്പം വന്നാലും കമ്മലൊക്കെ വാങ്ങിക്കുന്നത്. കമ്മല്, വളയൊക്കെ. ബിക്കോസ് നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും ഈ ഷോപ്പില്. നല്ല സൂപ്പർബാണ് ഫുട്പാത്തിലുള്ള. നോക്ക്, അടിപൊളി. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. നല്ല നല്ല ജിംക സെറ്റ്സ് ആണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. ഞാൻ അടുത്തൊരെണ്ണം കാണിച്ചു തരാവേ. ഇറ്റ്സ് എ സ്പെഷ്യൽ വൺ ബിക്കോസ് ഗണപതിയുടെ അതൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഫുട്പാത്തില് നല്ല അടിപൊളി എന്താണ് ചോയ്സ് ഐറ്റംസ് ഒക്കെ തന്നെ ഉണ്ട്. അടിപൊളി. ആൻഡ് ബാഗ്സ് ഐറ്റംസ്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ. നല്ല അടിപൊളി ലാഭത്തിന് ഐറ്റംസ് ഒക്കെ കിട്ടും. ആൻഡ് മൈ മമ്മി നോക്കട്ടെ. കൊള്ളാട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നല്ല നല്ല ബാഗുകൾ, നല്ല കളക്ഷൻസ്. ഇത് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയാൻ വയ്യ, പക്ഷെ സൂപ്പർ വൺ. കൊള്ളാം. ഇതിന് എത്ര വരും? 200? 200 ഉള്ളൂ ഇതിന്റെ റേറ്റ് വന്നിട്ട്. പക്ഷെ അടിപൊളി വൺ കേട്ടോ, നല്ല രസമുണ്ട്. 250. ഇതിന് 250 രൂപയേ ഉള്ളൂ. ഫ്ലോറലിന്റെ അത് അടിപൊളി. പ്ലെയിൻ ഉണ്ട്, അതാണെങ്കിൽ 200 രൂപ. പക്ഷെ 200 രൂപയുടെ കൊള്ളാം അല്ലേ. ബാഗിന്റെ ഇത് കഴിയുന്ന ഉടനെ വീണ്ടും നല്ല അടിപൊളിയായിട്ട് ഇതേ നമ്മുടെ കമ്മലിലൊക്കെ വീണ്ടും കാണാനായിട്ട് പറ്റും. നല്ല അടിപൊളി കളക്ഷൻസ്. ബട്ട് ഞാൻ കമ്മൽ മേടിക്കുന്നത് നേരത്തെ കാണിച്ചെടുത്തതെന്നാണ് കേട്ടോ. നല്ല വൈബാണ്, നല്ല രസമാണ് ഇതിലേക്കൂടി ഇങ്ങനെ നടക്കാൻ. ഞങ്ങൾ എങ്ങോട്ടാണ് നടന്നു പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് നല്ല ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട്. അപ്പം അങ്ങോട്ടാണ് ഞാനും ഉമ്മയും കൂടി നടന്നു പോകുന്നത്. ഇങ്ങനെ നടന്ന് സംസാരിച്ചുകൊണ്ട് പോകാനായിട്ട് നല്ല രസമാണ്. സോ അപ്പം ഞങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയാണ്. കുറച്ചും കൂടി കഴിയുമ്പോഴാണ് ജയലക്ഷ്മി സിൽക്സ് വരുന്നത്. ഇത് പോത്തീസ് കഴിഞ്ഞിട്ടുള്ള റൂട്ടാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നത്. പോത്തീസിന്റെ പാർക്കിംഗ് ആണ്. അപ്പം അങ്ങോട്ട് ഇതേ വണ്ടികളൊക്കെ പോകുന്നതാണ്. പോത്തീസിന്റെ പാർക്കിംഗ് നല്ല പാർക്കിംഗ് ആണ് കേട്ടോ. ഞാനും മോൻ്റെ കൂടെ വന്ന ടൈമിൽ നല്ല വിശാലമായ പാർക്കിംഗ് ആയിരുന്നു. ആൻഡ് ഇത് പിന്നെ ബാറ്റേഡ് ഷോറൂം ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ ചെരുപ്പ് വാങ്ങിക്കാറുണ്ട്, നല്ല ചെരുപ്പാണ്. ആൻഡ് ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി പോകുമ്പോഴാണ് നമ്മുടെ ജയലക്ഷ്മി സിൽക്സ് വരുന്നത്. എനിക്ക് ബെൽറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. ബെൽറ്റ് ഉണ്ട്, ബാഗുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്.
നല്ല ഹാൻഡ് ബാഗ്സ് കണ്ടോ, ലോ റേറ്റിന് കിട്ടും. നല്ല നല്ല ബാഗുകൾ കണ്ടോ, നല്ല ഭംഗിയുള്ള ബാഗുകളൊക്കെയാണ്. അല്ല ലോ റേറ്റ് ആണ്. ആൻഡ് ഇതാണ് നമ്മുടെ ജയലക്ഷ്മി സിൽക്സ്. ഇനി എനിക്ക് ബിരിയാണി കട ഞാൻ കാണിച്ചു തരാം. ഇതോ ആ കാണുന്ന സിറ്റി ടവർ റെസ്റ്റോറൻറ്റ്, അവിടെയാണ് ഞാൻ എപ്പോഴും കയറി ഫുഡ് കഴിക്കുന്നത്. ഞങ്ങൾ നല്ല വയറുവശം വരികയാണ്. സോ ഇനി അവിടെ കയറിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. നമ്മൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് എൻട്രി ആവാൻ പോവുകയാണ് കേട്ടോ. നേരത്തെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടോ വീഡിയോ എടുക്കാനതും എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഓക്കെ, ഇത് ശംഖുപുഷ്പം അല്ലേ മാ? ശംഖുപുഷ്പത്തിന്റെ അടുക്കാണ് ഈ നിൽക്കുന്നത്. അയ്യോ നല്ല ഗ്ലാമർ അല്ലേ, വീഡിയോയിൽ കാണാൻ സൂപ്പറായിട്ടുണ്ട്. അപ്പം ഞങ്ങള് ബിരിയാണി കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഞാൻ ചിക്കൻ ബിരിയാണിക്ക് പറഞ്ഞു. എൻ്റെ ഉമ്മി ഫ്രൈഡ് റൈസിന്റെ ആളാണ്. സോ ഉമ്മി ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞത്. നേരത്തെ ഞാൻ വീഡിയോ എടുക്കാനത് റോഡ് ക്രോസ് ചെയ്യുന്നത് കൊണ്ടാണ്. റിസ്ക് എടുക്കാൻ വയ്യ, വീഡിയോയിൽ നോക്കി നടന്നിട്ട് അപകടം വരുത്തി വെക്കേണ്ട. ഇവിടെ നല്ല തിരക്കുള്ള ഹോട്ടലാണ് കേട്ടോ, സിറ്റി ടവർ റെസ്റ്റോറൻറ്റ്. ആൻഡ് നല്ല സൂപ്പർ ഫുഡാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പം എങ്ങനെയുള്ള ഫുഡാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ബട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കോഫിയാണ്. ബട്ട് ഇന്ന് എനിക്ക് കോഫി കിട്ടിയില്ല, ബിക്കോസ് കോഫി ഇല്ല എന്ന് പറഞ്ഞു. സോ ജ്യൂസ് ഐറ്റംസ് വേണം. അപ്പം ഞങ്ങൾ 2 ലൈം ജ്യൂസിനും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നല്ലതായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. വിശക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഓക്കെ, ഞങ്ങളുടെ ഫുഡ് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. ബാക്കിയൊന്നും കൊണ്ടുവന്ന് വെച്ചില്ല. പപ്പടവും അച്ചാറും സലാഡും ഒക്കെ മാത്രമേ വന്നിട്ടുള്ളൂ. സോ കാര്യമായിട്ട് വിഷമോണ്ടിരിക്കുകയാണ് കേട്ടോ. ബിരിയാണി അല്ല കേട്ടോ ഫസ്റ്റ് കിട്ടിയത്, ലൈം ജ്യൂസ് ആണ്. ലൈം ജ്യൂസ് എങ്കിൽ ലൈം ജ്യൂസ്. തൽക്കാലം ഇത് കുടിച്ച് ഞാൻ വിശപ്പടക്കട്ടെ. ബിരിയാണി ഇതുവരെ വന്നില്ല, വെയിറ്റ് ചെയ്യും. ഇത് ബിരിയാണി വന്നു കഴിഞ്ഞു. സോ ഫ്രൈഡ് ചിക്കൻ ആണ് ഇവിടെ വരുന്നത്, ചിക്കൻ ബിരിയാണിക്കകത്ത്. ആൻഡ് ഉമ്മിയുടെ ഫ്രൈഡ് റൈസും വന്നു. ആൻഡ് ചിക്കൻ ബിരിയാണിക്കകത്ത് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി. ചിലയിടത്തൊക്കെ അങ്ങനെയുണ്ട്, നമ്മുടെ കൊല്ലത്തും ഉണ്ട്. ചിലയിടത്ത് അറിയാമല്ലോ, അല്ലാതെ തന്നെ ആയിരിക്കും. സോ ഇതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ആൻഡ് മുട്ടയും ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇനി കഴിക്കട്ടെ. എനിക്ക് കഴിക്കുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ എനിക്ക് ഫുഡ് ആസ്വദിക്കാൻ പറ്റില്ലായേ. സോ ഫുഡ് കഴിച്ച് തീർന്നിട്ടുണ്ട്. ബില്ല് അടയ്ക്കാൻ വന്ന് നിൽക്കുകയാണ് കേട്ടോ. കൈ കഴുകാൻ പോകുന്നതേ ഉള്ളൂ. ഉമ്മിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. ഓ മഴ പെയ്യുന്നു, കുട എടുത്തില്ല. അയ്യോ, എൻ്റെ ഉമ്മയുടെയും കാര്യം പ്രശ്നത്തിലാവും എന്നാണ് തോന്നുന്നത്. ബിക്കോസ് ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് തമ്പാനൂരിലേക്ക് പോകണം. ഇതോ നേരെ കാണുന്നത് ജയലക്ഷ്മി ടെക്സ്റ്റൈൽസ് ആണ് കണ്ടോ. ഞങ്ങൾ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഉച്ചയാകുമ്പോൾ ഇവിടെ കയറിയിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് വീഡിയോയിൽ അത് കിട്ടിയില്ല കേട്ടോ. പക്ഷെ കുടയും കൊണ്ട് പോണത് കണ്ടോ, അതാണ് മഴ പെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബിക്കോസ് പുറത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പം മഴയത്ത് ഫോണും പിടിച്ചുകൊണ്ട് നടക്കൽ ശരിയാവില്ല. സോ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഇനി ഇതുപോലെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. പക്ഷേ ഇത്തവണ പറ്റിയില്ല, ബിക്കോസ് പുറത്ത് നല്ല മഴയുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.